ഈ ക്ലാസ്സിൽ ഓർത്തോഗണാലിറ്റി ഓഫ് ലെജൻഡേഴ്സ് പോളിനോമിയലിൻ്റെ സെക്കൻഡ് കേസാണ് കേസ് 2 വെൻ എം ഈക്വൽ ടു എൻ. അപ്പോൾ ആദ്യത്തേത് വെൻ എം നോട്ട് ഈക്വൽ ടു എന്നിൻ്റെ കേസ് പറഞ്ഞു -1 ഇൻ്റഗ്രൽ -1 to 1 പി എം എക്സ് ഇൻറ്റു പി എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താകും 0 ആകും. അപ്പോൾ കേസ് 2 ആയി വെൻ എം ഈക്വൽ ടു എൻ ഇൻ്റഗ്രൽ -1 to 1 പി എം എക്സ് ഇൻറ്റു പി എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2n+1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ പി എം എക്സ് എന്താകാം പി എൻ എക്സ് തന്നെ ആകാം. അപ്പം ഇൻ്റഗ്രൽ -1 to 1 പി എൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ റിസൾട്ടാണ് 2 ഡിവൈഡഡ് ബൈ 2n+1 എന്ന് കാണേണ്ടത്. അപ്പോൾ അത് വെൻ എം ഈക്വൽ ടു എൻ, എം ഈക്വൽ ടു എന്നിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം റോഡ്രിഗസ് ഫോർമുല എടുക്കുക. റോഡ്രിഗസ് ഫോർമുല എന്തായിരുന്നു, പി എൻ എക്സ് ഈക്വൽ ടു 1/n ഇൻറ്റു 2 റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഓഫ് എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ എന്നാണ്. അതിനെ ഞാൻ ആ ഡിനോമിനേറ്ററിൽ കിടന്ന് n ഇൻറ്റു 2 റേസ് ടു എൻ ക്രോസ് ചെയ്ത് പി എൻ എക്സിൻ്റെ കൂടെ എഴുതി. ദറ്റ് ഈസ് n ഇൻറ്റു 2 റേസ് ടു എൻ പി എൻ എക്സ് ഈക്വൽ ടു ഡി റേസ് ടു എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഓഫ് എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ. ഇപ്പോൾ ഡി റേസ് ടു എൻ ബൈ ഡി എക്സ് റേസ് ടു എന്നിനെ നമ്മൾ ക്യാപിറ്റൽ ഡി റേസ് ടു എൻ എന്ന് എഴുതിയാലും മീനിങ് ഒന്ന് തന്നെയാണ്. കാരണം ഡി ബൈ ഡി എക്സിനാണ് ക്യാപിറ്റൽ ഡി എന്നുള്ള സിമ്പലും. അപ്പോൾ ഞാൻ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി n ഇൻറ്റു 2 റേസ് ടു എൻ പി എൻ ഈക്വൽ ടു പി എൻ എക്സ് എന്ന് എഴുതുന്നില്ല, പി എൻ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി റേസ് ടു എൻ ഓഫ് എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ. മുകളിലത്തെ അതേ സ്റ്റെപ്പ് തന്നെ. ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റിംഗ് -1 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും, n രണ്ട് പ്രാവശ്യം വരുമ്പോൾ n ദ ഹോൾ സ്ക്വയർ 2 റേസ് ടു എൻ ദ ഹോൾ സ്ക്വയർ ഇൻ്റഗ്രൽ -1 to 1 പി എൻ സ്ക്വയർ ഡി എക്സ്. എന്തുകൊണ്ടാണ് ഇൻ്റഗ്രലിൻ്റെ വെർലിയിലെടുത്തത്, n സ്ക്വയറും 2 റേസ് ടു എൻ ദ ഹോൾ സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഇൻ്റഗ്രേഷൻ്റെ വെളിയിൽ നിർത്താം. ഇൻ്റഗ്രൽ -1 to 1 പി എൻ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതി. ദാറ്റ് ഈക്വൽ ടു അടുത്തടുത്ത് എക്സ് ഉള്ളത് കാരണം ഇൻ്റഗ്രൽ -1 to 1 ഡി റേസ് ടു എൻ എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വീണ്ടും അത് തന്നെ വരും ഡി റേസ് ടു എൻ എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ്. അതായത് തന്നിരിക്കുന്ന ആ ഇക്വേഷനെ സ്ക്വയർ ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ നടത്തി. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് വേണം റൈറ്റ് സൈഡ് നമുക്ക് ചെയ്യാൻ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് വരുമ്പോൾ എങ്ങനെയാണ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോർമുല അറിയാലോ, ഇൻ്റഗ്രൽ യു വി ഈക്വൽ ടു യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി എന്ന് പറഞ്ഞ പോലെ ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ -1 to 1 ഡി റേസ് ടു എൻ എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഡി റേസ് ടു എൻ എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് വേണം നടത്താൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നടത്തുമ്പം യു ഇൻറ്റു ഒരെണ്ണം യു ആയിട്ടും ഒരെണ്ണം വി ആയിട്ടും എടുക്കണം. യു എന്ന് പറയുന്നത് എന്ത് വരും, യു എന്ന് പറയുന്നത് ഡി റേസ് ടു എൻ ഓഫ് എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ. വി എന്ന് പറയുന്നതും അത് തന്നെയാണ്, പക്ഷേ യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി റേസ് ടു എൻ എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് ഡി റേസ് ടു എൻ എന്ന് പറയുമ്പം ഒരു ഡെറിവേറ്റീവ് ക്യാൻസലായി പോകും അല്ലേ. ഒരു ഇൻ്റഗ്രേഷനും ഒരു ഡെറിവേറ്റീവും കൂടെ ക്യാൻസലായി പോകുമ്പം ഡി റേസ് ടു n-1 ഓഫ് എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ എന്ന് വരും. ഇൻ്റഗ്രൽ ഓഫ് ഡി റേസ് ടു എൻ എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ എന്തായി മാറും, ഒരു ഇൻ്റഗ്രലും ഒരു ഡിഫറൻസിയേഷനും കൂടെ വന്ന് ക്യാൻസലായിട്ട് ഡി റേസ് ടു n-1 എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ ആകും. അപ്പോൾ നോക്കിക്കേ, അതാണ് വരുന്നത് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് വി വരുന്ന ഡി റേസ് ടു n-1 എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ ലിമിറ്റ് -1 to 1 മൈനസ് അല്ലേ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു. ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി റേസ് ടു എൻ എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ. ഡെറിവേറ്റീവ് വരുമ്പം ഡി റേസ് ടു എൻ ഡി റേസ് ടു n+1 ആയി മാറും, ഒരു ഡിയും കൂടെ കയറി വരും. സോ ഡി റേസ് ടു n+1 എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രൽ ഓഫ് യു ഡാഷ് വരുന്നത്. അപ്പോൾ എന്ത് വരും, മൈനസ് ഇൻ്റഗ്രൽ -1 to 1 ഡി റേസ് ടു n+1 ഓഫ് എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ദറ്റ് ഈസ് ഡി റേസ് ടു n-1 എക്സ് സ്ക്വയർ -1 ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച്, കാരണം ഡി റേസ് ടു എൻ വരെയുണ്ട്. അപ്പോൾ ഡി റേസ് ടു എൻ എന്ന് കിടക്കുന്നത് കാരണം n ടൈംസ് ഇൻ്റഗ്രേഷൻ നടത്തിയാലേ എന്തായുള്ളൂ, കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുള്ളൂ. ഡി റേസ് ടു എൻ കിടക്കുന്നത് കാരണം n ടൈംസ് ഇൻ്റഗ്രേഷൻ നടത്തിയാൽ മാത്രമേ കോൺസ്റ്റൻ്റ് വരുള്ളൂ. കോൺസ്റ്റൻ്റ് വന്നാലേ എന്തായി മാറുള്ളൂ, 0യിലേക്ക് എത്തുകയുള്ളൂ.
അപ്പോൾ ആ ഒരു കാരണം കോൺസ്റ്റൻറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ ഡെറിവേറ്റീവ് d/dx ഓഫ് കോൺസ്റ്റൻറ്റ് എന്താവും 0 ആകും, അങ്ങനെ എത്തുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തണം. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്തപ്പം ഒറ്റ ഇൻ്റഗ്രേഷൻ നടത്തിയപ്പം ഒന്ന് d⁻n x² - 1 whole raised to n into d⁻n - 1 x² - 1 whole raised to n ലിമിറ്റ് -1 to 1 മൈനസ് ഇൻ്റഗ്രൽ -1 to 1 d⁻n + 1 x² - 1 whole raised to n into d⁻n - 1 x² - 1 whole raised to n. ഇനി ആ റൈറ്റ് സൈഡിൽ ആദ്യത്തെ ടേം 0യിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് d⁻n - 1 ഓഫ് x² - 1 whole raised to n എന്ന് പറയുന്ന ഈ ടേമിൽ എപ്പോഴും x² - 1 ഒരു ഫാക്ടറായിട്ട് എപ്പോഴും നിൽക്കും. അപ്പോൾ x² - 1 ഫാക്ടർ ആണെങ്കിൽ 1 അല്ലെങ്കിൽ -1 ഇട്ട് കൊടുത്താലും 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ ആദ്യത്തെ ടേം എന്തായി മാറും? 0 ആകും. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. d², കാരണം d⁻n n-1 ഇവിടെ x² - 1 whole raised to n ആണ്. എന്നിൻ്റെ ഒരു പവർ കുറഞ്ഞാണ് d കിടക്കുന്നത്. അപ്പം ഒരു പവർ കുറഞ്ഞ് കിടന്നാൽ എന്തായി മാറും? അതിനകത്ത് ആ ഡിഫറൻസിയേഷനകത്ത് x² - 1 ഒരു ഫാക്ടറാണ്. അത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കുന്നുണ്ട്. ആ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. d² ഓഫ് x² - 1 whole cube. കണ്ടോ, ഒരു എക്സാമ്പിളാണ്. d² ഓഫ് x² - 1 whole cube. സിമ്പിളായിട്ടുള്ളതാണ്. ഹോൾ ക്യൂബാണ് കിടക്കുന്നത്. എത്ര ഡെറിവേറ്റീവാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കാണിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് x² - 1 കണ്ടോ, രണ്ട് ടേമിലും x² - 1 ഒരു ഫാക്ടറായിട്ട് നിൽപ്പുണ്ട്. അപ്പം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 1 0 ആകും. അതുപോലെ തന്നെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 1 - 1 0 ആയി മാറും. സോ തന്നിരിക്കുന്നതിനകത്ത് സിൻസ് d⁻n - 1 x² - 1 whole raised to n contains x² - 1 is as a factor, the first term on the right side vanishes for x equal to ±1. അപ്പോൾ എന്ത് വരും പിന്നെ റിസൾട്ട്? ആദ്യത്തെ ടേം എന്തായി മാറുവാണ്? 0 ആയി മാറി. പോയിട്ട് എന്ത് വരും? മൈനസ് ഇൻ്റഗ്രൽ -1 to 1 അല്ലേ, d⁻n + 1 ഓഫ് x² - 1 whole raised to n ഇൻറ്റു d⁻n - 1 ഓഫ് x² - 1 whole raised to n dx ആയിട്ട് അത് മാറിപ്പോരും. ഇനി ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇതുപോലെ തന്നെയാണ് അല്ലേ. ഇൻ്റഗ്രേഷൻ നടത്തുമ്പോഴത്തേക്കും ആദ്യത്തെ ടേം 0 ആയി പോകും, രണ്ടാമത്തെ ടൈമിൽ ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ കിടക്കും. അങ്ങനെ എത്ര ടൈം നടത്തണം? കോൺസ്റ്റൻ്റ് ആകണമെങ്കിൽ n ടൈംസ് നടത്തണമായിരുന്നു. അതിൽ ഒരു ടൈം നടത്തി ഇൻ്റഗ്രേഷൻ. ബാക്കി എത്ര പ്രാവശ്യം നടത്തണം? n-1 ടൈംസ് നടത്തണം. ഇൻ്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് n-1 ടൈംസ്. n-1 ടൈംസ് നടത്തുമ്പം എത്ര വണ്ണം വരും? ഫസ്റ്റിൽ നടത്തിയപ്പോഴേ ഒരു -1 വെളിയിൽ കിടപ്പുണ്ട്. അപ്പം ഇനി n-1 നടത്തുമ്പോൾ n-1 കൂടെ വരും. അപ്പോൾ ഫസ്റ്റിലത്തേതും n-1 കൂടെ കൂട്ടുമ്പം -1 വരും. അപ്പം -1 the whole raised to n ഇൻറ്റു, കാരണം ഇൻ്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് n-1 ടേംസ് ആണ്. n-1 ടേംസ് എന്ന് പറയുമ്പം ആദ്യം നടത്തിയപ്പോൾ ഒരു -1 വന്നു, അടുത്തത് നടത്തുമ്പോൾ അടുത്ത -1 വരും. അങ്ങനെ എത്ര എണ്ണം വരും? n-1 വരും. ഓൾറെഡി ഫസ്റ്റിൻ്റെ -1 കിടക്കുന്ന കാരണം എത്ര -1 വരും? -1 the whole raised to n ഇൻറ്റു. ഇനി ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ നടത്തിയപ്പം d⁻n + 1 ആയി മാറി. അപ്പോൾ ഇവിടെ എന്ത് വരും? n-1 ടൈംസ് നടത്തുമ്പം d⁻n + 1 പ്ലസ് എന്ത് വരും? n-1. ഫസ്റ്റ് നടത്തിയപ്പം +1 നടത്തു, n-1 നടത്തുമ്പം +n-1 x² - 1 the whole raised to n ഇൻറ്റു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ നടത്തിയപ്പം എന്തായി മാറി? ഇവിടെ നമ്മൾ അറിയാം n + 1 n-1 ആയി മാറി അല്ലേ. അപ്പോൾ ഇവിടെയും n-1 ഉണ്ട്. അപ്പോൾ n-1 ടൈംസ് നടത്തുമ്പം n-1 മൈനസ് n-1. അപ്പോൾ d⁻n - 1 മൈനസ് n-1 x² - 1 the whole raised to n dx. ഒന്നുകൂടെ പറഞ്ഞുതരാം. n-1 ടൈംസ് ഇൻ്റഗ്രേഷൻ നടത്തുമ്പം ഒരു പ്രാവശ്യം നടത്തിയപ്പോൾ ഉള്ള റിസൾട്ടാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ആദ്യം ആ n-1 വരുമ്പം n-1 മൈനസ് നെഗറ്റീവും കൂടെ വരും. അപ്പം ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പിന്നെ n-1 നെഗറ്റീവും കൂടെ വരുമ്പം -1 the whole raised to n ആകും. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ നടത്തിയപ്പം ഫസ്റ്റിൽ d⁻n + 1 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ n-1 നടത്തുമ്പം d⁻n + 1 കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? n-1 കൂടെ ആഡ് ചെയ്യണം. അടുത്തടുത്ത് d⁻n-1 ആണ് വന്നത്. അപ്പോൾ n-1 കൂടെ n-1 സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്ത് വരും? -1 the whole raised to n ഇൻ്റഗ്രൽ -1 to 1 n + n 2n ആകും. +1ഉം -1ഉം ക്യാൻസലായി പോകും. അടുത്തടുത്ത് d⁻0 എന്ന് വരും. d⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായി വരും x² - 1 the whole raised to n dx. അപ്പം d⁻2n x² - 1 the whole raised to n ഉം
ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ്. നിങ്ങൾ ലെബിനിറ്റ്സ് തിയറത്തിന് മുമ്പ് nth ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയ്ക്കകത്ത് പഠിച്ചിട്ടുണ്ട് ഡി റേസ് ടു എൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഡി റേസ് ടു 2n ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ എന്താകും 2n ഫാക്ടോറിയൽ. ഇനി ആ 2n ഫാക്ടോറിയൽ എങ്ങനെ വന്നു, ആദ്യത്തെ ടൈമിൽ 2n ഫാക്ടോറിയൽ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എഴുതി കാണിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഡി റേസ് ടു 4 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ വരുമ്പോൾ 4 ഫാക്ടോറിയൽ വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഞാനത് 2n ഫാക്ടോറിയൽ എങ്ങനെയാണ് വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ എക്സാമ്പിളായിട്ട് എഴുതി കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഡി റേസ് ടു 2n ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് 2n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ്. അതിൽ 2n ഫാക്ടോറിയൽ ഔട്ട് സൈഡ് എടുക്കാം. ഇൻ്റഗ്രൽ -1 to 1 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എന്ന് എഴുതാം. കാരണം എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ് എന്ന് എഴുതി. അതിനകത്ത് നിന്ന് ഓൾറെഡി എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എന്നിനെ ഞാൻ 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു എൻ എന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു -1 ദ ഹോൾ റേസ് ടു എൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പം ഇൻ്റഗ്രൽ 0 to 1 -1 ദ ഹോൾ റേസ് ടു എൻ 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ് എന്നായി. അപ്പോൾ നോക്കിക്കേ, വെളിയിലൊരു -1 ദ ഹോൾ റേസ് ടു എൻ ഉണ്ടായിരുന്നു, ഇത്രയും ഒരു -1 ദ ഹോൾ റേസ് ടു എൻ. അപ്പോൾ -1 ദ ഹോൾ റേസ് ടു എൻ പ്ലസ് എൻ ദറ്റ് ഈസ് 2n ആവും. 2n എന്ന് പറയുന്നത് ഈവൻ ആണ്. സോ -1 ദ ഹോൾ റേസ് ടു 2n എന്ന് പറയുന്നത് 1 ആയി മാറും. പിന്നെ പോയിട്ട് 2 ഇൻറ്റു 2n ഫാക്ടോറിയൽ ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു എൻ ഡി എക്സ്. ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി എക്സിന് പകരം ഞാൻ സൈൻ തീറ്റ പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. സോ ഡി എക്സ് ഈക്വൽ ടു കോസ് തീറ്റ ഡി തീറ്റ എന്നും. എക്സ് മാറുന്നതിനനുസരിച്ച് തീറ്റയുടെ റേഞ്ച് എന്താവും, എക്സ് 0 ആകുമ്പം തീറ്റയുടെ എക്സ് 0 ആകുമ്പം 0 ഈക്വൽ ടു സൈൻ തീറ്റ. സൈൻ തീറ്റ എപ്പോഴാണ് 0 ആവുന്നത്, തീറ്റ 0 ആകുമ്പം. അപ്പോൾ എക്സ് 0 ആകുമ്പം തീറ്റ 0. ദെൻ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോഴോ സൈൻ തീറ്റ എപ്പോഴാണ് 1 ആകുന്നത്, സൈൻ തീറ്റ 1 ആകുന്നത് തീറ്റ ഈക്വൽ ടു π/2. അപ്പം 0 to 1 റേഞ്ച് എന്തായി മാറും, തീറ്റ വേരീസ് ഫ്രം 0 to π/2. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് പകരം സൈൻ തീറ്റയും ഡി എക്സിന് പകരം കോസ് തീറ്റയും റേഞ്ചും എല്ലാം മാറ്റിക്കൊടുത്തു. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. സോ കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് കോസ് റേസ് ടു 2n തീറ്റ എന്നാണ് വരുന്നത്. അപ്പം കോസ് റേസ് ടു 2n വരുന്നുണ്ട്, കോസും വരുന്നുണ്ട്. സോ കോസ് റേസ് ടു 2n + 1 തീറ്റ ഡി തീറ്റ എന്ന് വരും. ഇത് നമുക്കറിയാവുന്നതാണ്, ഒരു ഫോർമുലയുണ്ട്. ഇൻ്റഗ്രൽ 0 to π/2 കോസ് 2n + 1 തീറ്റ എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രേഷൻ നടത്താൻ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ഡിനോമിനേറ്റർ എഴുതുമ്പം, അതായത് 2 ഇൻറ്റു 2n ഫാക്ടോറിയൽ അവിടെ ഔട്ട് സൈഡ് കിടക്കുന്നതാണ്. ബാക്കി ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എഴുതാൻ ഡിനോമിനേറ്ററിൽ ആദ്യം ഏതിൽ തുടങ്ങണം, ഡിനോമിനേറ്ററിൽ 2n + 1 എഴുതണം. 2n + 1 നിന്ന് 2 വീതം 2 വീതം കുറച്ച് എഴുതുക. 2n + 1 നിന്ന് 2 കുറയ്ക്കുമ്പം 2n - 1 എക്സെട്ര. 2n + 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ കുറച്ച് വരുമ്പോൾ എന്തേ വരുള്ളൂ, ഓഡ് നമ്പറേ വരുള്ളൂ. അപ്പം 3 ഇൻറ്റു 1 ആണ് ഡിനോമിനേറ്റർ വരുന്നത്, എക്സെട്ര അപ് ടു 3 ഇൻറ്റു 1. മേളിൽ വരുന്നത് എന്താണ്, 2n + 1 നിന്ന് 1 കുറച്ചതാണ് ന്യൂമറേറ്ററിൽ എഴുതി തുടങ്ങേണ്ടത്. അപ്പോൾ 2n നിന്ന് പിന്നെ 2 വീതം കുറയ്ക്കുക, 2n - 2 എക്സെട്ര അപ് ടു 4 ഇൻറ്റു 2. കാരണം 4 ആണ് ഈവൻ, 4 2 ഈവനാണ്, ഈവനായ 2 വരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ റിസൾട്ടിനകത്ത് നേരത്തെ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല തന്നെയാണ്. അതേ ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ 1 കഴിഞ്ഞാൽ പിന്നെ 3 കഴിഞ്ഞാൽ പിന്നെ 5 അങ്ങനെയാണ് വരുന്നത്. അപ്പം 1 കഴിഞ്ഞാൽ ഏതാണ് ഇല്ലാത്തത്, 2 ഇല്ല. 3 കഴിഞ്ഞാൽ ഏതില്ല, 4 ഇല്ല. പക്ഷേ ആ 2 മേളിലുണ്ടല്ലോ, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, ഇങ്ങനെ എല്ലാം 2n വരെ ഉണ്ടല്ലോ. അപ്പോൾ ആ ന്യൂമറേറ്ററിൽ കിടക്കുന്ന അതേ സാധനം തന്നെ ഒന്നും കൂടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ ന്യൂമറേറ്ററിൽ നിൽക്കുന്ന അതേ ടേമുകളെല്ലാം തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്നും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എന്ത് വരും, 1 ഇൻറ്റു ഡിനോമിനേറ്ററിൽ വരുമ്പം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ 2n ഉണ്ട്, 2n + 1 ഉണ്ട്. അപ്പം 1 തൊട്ട് 2n + 1 വരെയുള്ള പ്രോഡക്റ്റ്, അതായത് 2n + 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. വരുമല്ലോ, 2n + 1 ഫാക്ടോറിയൽ കിട്ടും. ബാക്കിയുള്ളിടത്തോ 2 എന്ന് പറയുന്നത് നോക്കിക്കേ, അവിടെ എത്ര പ്രാവശ്യമുണ്ട്, 2 raised to n ടൈംസ് അല്ലേ, 2 raised to n ടൈംസ് ഉണ്ട്.
പിന്നെ എൻ ഫാക്ടോറിയൽ എന്ന് എഴുതാം. എൻ ഫാക്ടോറിയലാണ് 2 കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? n-1 n-2 അപ് ടു 1 × 2 എന്ന് വരെ എഴുതും. അപ്പം അവിടെ വരുന്നത് 2n n ഫാക്ടോറിയലും 2n n ഫാക്ടോറിയലുമാണ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 × 2n ഫാക്ടോറിയൽ അല്ലേ? 2n ഫാക്ടോറിയലും 2n + 1 ഫാക്ടോറിയലും കൂടെ ക്യാൻസലായി പോകുമ്പോൾ 2n + 1 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരും. പോയിട്ട് 2n ദ ഹോൾ സ്ക്വയറും n ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയറും. നമ്മൾ ഏതിൻ്റെ ഇൻറ്റഗ്രേഷൻ നടത്തിയത്? n ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2n ദ ഹോൾ സ്ക്വയർ ഇൻറ്റഗ്രൽ -1 to 1 pn² dxൻ്റെയാണ് ഇൻറ്റഗ്രേഷൻ ഇത്രയും നേരം കണ്ടുപിടിച്ചത്. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് 2 × 2n ദ ഹോൾ സ്ക്വയർ n ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയർ 2 / 2n + 1. അപ്പോൾ ഏതൊക്കെ ക്യാൻസലായി പോകും? 2n ദ ഹോൾ സ്ക്വയറും n ഫാക്ടോറിയൽ സ്ക്വയറും ക്യാൻസലായി പോകും. പോയിട്ട് എന്ത് വരും? 2 / 2n + 1 എന്ന് വരും. ഇതാണ് നമ്മുടെ റിസൾട്ട്. വെൻ m = n ഇൻറ്റഗ്രൽ -1 to 1 pmx × pnx dx = 2 / 2n + 1. ഓക്കെ.